സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഈ വർഷത്തെ ആദ്യ IPL മത്സരം ആ ഫാൻസിനെ മൊത്തം കണ്ണുനീരിലാഴ്ത്തി രാജസ്ഥാൻ റോയൽസ് തോറ്റു. രാജസ്ഥാൻ 20 ഓവറിൽ 151 റണ്ണാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ 9 വിക്കറ്റും കൊണ്ട് നശിപ്പിച്ചു. ഇതിനകത്ത് രാജസ്ഥാൻ്റെ പ്ലസ് പോയിൻ്റ് പറയാനാണെങ്കിൽ ധ്രുവ് ജൂറൽ 33 റണ്ണ് 28 ബോളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ജയ്സ്വാൾ എങ്ങനെയൊക്കെ 29 റണ്ണും, പരാഗ് ഒരു കാര്യമില്ല വൺ ഡൗണിൽ ഇറങ്ങി വന്ന് 25 റണ്ണും 15 ബോളിൽ നിന്ന് 25 റണ്ണുമാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് രാജസ്ഥാൻ്റെ ബാറ്റ്സ്മാൻമാരോട് പറയാനുള്ളത്, നിങ്ങൾ അല്പമെങ്കിലും ഒരു ഉത്തരവാദിത്തം കാണിക്കണം. ഓൾറെഡി ഇന്ത്യൻ ബാറ്റ്സ്മാനെ വെച്ചാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉത്തരവാദിത്തം കാണിച്ചിട്ട് സഞ്ജു അടക്കമുള്ളവർ ഉത്തരവാദിത്തം കാണിക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ബോളും 6ഉം 4ഉം അടിക്കണമെന്നും പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും ശ്രമിക്കും. ഒരു 15 ഓവർ വരെയെങ്കിൽ നിങ്ങളുടെ ഒരു അത്യാവശ്യം നല്ല വിക്കറ്റ് കളയാതെ ബാറ്റ്സ്മാൻമാരെ പിടിച്ച് നിൽക്കാനായിട്ട് ആദ്യം ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾക്ക് വലിയ 200 അടിക്കണമെന്നോ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ വെച്ചാണ് കളിക്കുന്നത്. ഫോമില്ലാത്ത നിതീഷ് റാണയ്ക്ക് പകരം ഒരു കല്ലെടുത്ത് നോക്കുകയാണെങ്കിൽ പോലും കാര്യമുണ്ട്. ആദ്യത്തെ കളി ഔട്ടായി ഫസ്റ്റ് മാച്ച് നോക്കി. ഇത് സെക്കൻഡ് മാച്ചിൽ അലിയുടെ ബോൾ എന്താണ് അലിയും കാണിച്ചത് നമുക്കറിയത്തില്ല. ഇത്ര നാളും കളി കണ്ടത് എനിക്ക് തന്നെ ദേഷ്യം വരുന്ന രീതിയിലാണ്. ഇനി നമുക്ക് KKRലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒറ്റയാൾ പോരാട്ടമാണ് നടന്നത്. ഡീകോക്ക് 61 ബോളിൽ നിന്ന് 97 റണ്ണ്. പ്രായം തളർത്താത്ത പോരാളിയെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന പ്ലെയറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് കീപ്പിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വിക്കറ്റ് കീപ്പിംഗ് ആണ്. ചുമ്മാ പറക്കുകയാണ് പുള്ളിനെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഇപ്പോൾ നിഘണ്ടുവിൽ വാക്കുകളില്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ അജിങ്ക്യ രഹാനെ ക്യാപ്റ്റൻ അത്യാവശ്യം നല്ലൊരു ബാറ്റിംഗ് തന്നെയാണ് കാഴ്ചവെച്ചത്. 15 ബോളിൽ 18 റൺ അടിച്ചിട്ടുണ്ട്. പിന്നെ രഘുവംശി 17 ബോളിൽ നിന്ന് 22 റണ്ണ്. ചെക്കൻ ഒരു രക്ഷയില്ല, തീയാണ് തീ. എന്തുകൊണ്ടും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മാച്ചായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് നമുക്ക് ഇച്ചിരി വിഷമമുണ്ട്. ചില 6 തോറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി മലയാളി എന്ന നിലയിലും സഞ്ജുവിൻ്റെ ടീം എന്ന നിലയിലും വിഷമമുണ്ടാകും. എങ്കിൽ പോലും കളിയാണ്, ഒരാൾ ജയിക്കുകയോ ഒരാൾ തോൽക്കുകയും ചെയ്യും. നല്ലൊരു മാച്ചായിരുന്നു.